ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുകയാണെന്ന് വിചാരിക്കണം. അപ്പോൾ നമ്മുടെ തിരക്ക് പിടിച്ച മറ്റൊരു ദിവസവും കൂടെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ ഒരു 5:45 ആകുമ്പോഴത്തേക്ക് എണീറ്റ് അടുപ്പിന് തീയൊക്കെ കൂട്ടിയിട്ടുണ്ട്. തീ പൂട്ടി ചോറിനുള്ള വെള്ളമൊക്കെ വെച്ചു. ആദ്യത്തെ പണി എന്ന് പറയുന്നത് ഇപ്പോൾ അതാണ് കേട്ടോ. നേരത്തെയൊക്കെ ആണെങ്കിൽ ചോറും എല്ലാം വെച്ചാൽ മതിയായിരുന്നു. ഇപ്പോൾ അങ്ങനെയല്ല. ആദ്യം നമ്മൾ തീ പൂട്ടി ചോറിനുള്ള വെള്ളമൊക്കെ വെച്ച് അരി ഇട്ടിട്ടാണ് ബാക്കിയുള്ള പരിപാടികൾ. അപ്പോൾ എന്താണെങ്കിലും ഇതാ നമ്മൾ ചോറിനുള്ള വെള്ളം വെച്ചു. അപ്പോൾ നേരം വെളുത്ത് തുടങ്ങണേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിതാ ചോറിനുള്ള അരിയൊക്കെ ഇട്ടതിന് ശേഷം മോട്ടർ അടിച്ചിട്ട് വെള്ളമൊക്കെ നിറയ്ക്കാനായിട്ട് നിന്നു. അപ്പോൾ അതാ പൊട്ട ടാങ്കിലൊക്കെ വെള്ളമൊക്കെ നിറയ്ക്കുന്നുണ്ട്. തുണി അലക്കാനുള്ള വെള്ളമാണ് കേട്ടോ അത്. തുണി അലക്കാനും ഇതിനൊക്കെ. പിന്നെ ടാങ്കിനകത്ത് കുറച്ച് പൂക്കളൊക്കെ ഇട്ടിട്ടുണ്ട്. ഇന്നലെ തലേ ദിവസം നമ്മൾ ചെമ്പരത്തി പൂവൊക്കെ പറിച്ചിട്ട് അതിലിടും. ഇന്ന് മാവേലി ഇടാനായിട്ട്, പൂക്കളം ഇടാനായിട്ട്. പിന്നെ ചിട്ടിക്കുട്ടിയുടെ മുറ്റം അടിച്ചു പോരുന്നുണ്ട്. അവളുടെ പണി അതാണ്. ഇനിയിപ്പോൾ പൂവിടണമല്ലോ. അപ്പോൾ എന്തായാലും അതൊക്കെ അവിടെ നടക്കുന്നുണ്ട്. പിന്നെ ഞാനിതാ കറി വെക്കാനായിട്ട് ഉപ്പേരി ഉണ്ടാക്കാനായിട്ട് നോക്കിയപ്പോൾ പയർ കണ്ടു കേട്ടോ. പയർ തന്നെ എപ്പോഴും മിക്ക ദിവസങ്ങളിലും ഇപ്പോൾ പയർ ഉപ്പേരി തന്നെയാണ്. പയർ, ബീൻസ് അങ്ങനെ. പിന്നെ 2 ദിവസം മുമ്പ് കൂട്ടുകാരി നമ്മുടെ എന്താണ് പപ്പായ ഉണ്ടല്ലോ, അത് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഒരു പ്രാവശ്യം കറി വെച്ചു. അപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ട് വെക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇരുന്നതാണ്. ഇനിയിപ്പോൾ എന്തായാലും പപ്പായ ഉപ്പേരി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ രാവിലെ എണീറ്റിട്ട് ഇതാ ഞാൻ പപ്പായ ഒന്ന് തൊലിയൊക്കെ കളഞ്ഞ് വെക്കുകയാണ് കേട്ടോ. തൊലിയൊക്കെ കളഞ്ഞു അരിയാനായിട്ട് നിന്നു. അപ്പോൾ തലേ ദിവസം തന്നെ ഇതൊക്കെ ചെയ്ത് വെക്കേണ്ടതാണ്. പക്ഷേ ഞാൻ ഈ പപ്പായ ഉപ്പേരി വെക്കുന്ന ഒരു പ്ലാനൊന്നും ഉണ്ടായിരുന്നില്ല. സത്യം പറഞ്ഞാൽ ഇന്നലെ തീരെ വയ്യാത്തത് കൊണ്ട് അങ്ങനെ മിണ്ടാതെ കിടന്നു. വരുമ്പോഴത്തേക്കും ഭയങ്കര ചില ദിവസങ്ങളിൽ ഭയങ്കര ക്ഷീണമായിരിക്കും. ചിലപ്പോൾ വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. പിന്നെ എന്താണ് വൈകുന്നേരം ആയ ഇത്തിരി വേഗം ചോറൊക്കെ കഴിച്ച് കിടന്നാൽ മതി എന്നുള്ള ദിവസങ്ങളിൽ അങ്ങനെ കിടക്കും. അന്ന് ദിവസം പക്ഷേ നേരത്തെ എണീക്കും കേട്ടോ. ഇത്തിരി വൈകി കിടക്കണ ദിവസമൊക്കെ പതുക്കലേ എണീക്കുകയുള്ളൂ. അപ്പോൾ ഞാൻ എന്തായാലും ഇതാ ഉപ്പേരിക്കുള്ള പപ്പായങ്ങയൊക്കെ മുറിക്കുകയാണ് കേട്ടോ. തൊലിയൊക്കെ കളഞ്ഞ് മുറിച്ചെടുക്കുകയാണ്. ഏട്ടൻ മുറിച്ച് തരും. പക്ഷേ എന്നാലും ഏട്ടനും ഇന്നിപ്പോൾ വർക്കുണ്ട്. അപ്പോൾ ആളും പോകണം. അപ്പോൾ പിന്നെ ഏട്ടൻ എന്താ മോട്ടറൊക്കെ അടിച്ച് വെള്ളം പിടിക്കാനും ഇതിനൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിനിടയ്ക്ക് നമുക്ക് ഇതും കൂടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പറയും. അതുകൊണ്ട് ഞാൻ തന്നെ ഇനിയിപ്പോൾ എന്തായാലും പപ്പായങ്ങ ഉപ്പേരി വെക്കാൻ മുറിക്കാമെന്ന് വിചാരിച്ചു. ഇന്നിപ്പോൾ പപ്പായങ്ങ ഉപ്പേരിയും വെക്കുന്നുണ്ട്, അതുകൊണ്ടൊരു കറിയും വെക്കുന്നുണ്ട് കേട്ടോ. ചെറുപയറൊക്കെ ഇട്ടിട്ട് കറിയും വെക്കുന്നുണ്ട്. നന്നായിട്ടുണ്ടാവും കേട്ടോ ചെറുപയർ ഇട്ടിട്ട് കറി വെച്ചാൽ. അപ്പോൾ പപ്പായങ്ങ ഉപ്പേരി വെക്കണ വീഡിയോസൊക്കെ എടുത്തു. അവസാനം നോക്കിയപ്പോൾ ഉണ്ട് പപ്പായങ്ങൻ്റെ ആദ്യത്തെ ഒന്നുമില്ല കേട്ടോ. കടുക് പൊട്ടിക്കണത് ഒന്നുമില്ല. വീഡിയോ ഓൺ ചെയ്യാൻ മറന്നു. വെറുതെ ക്യാമറ എടുത്തു വെച്ചു എന്നല്ലാണ്ട് അത് ഓൺ ചെയ്യാനായിട്ട് വിട്ടുപോയിട്ടാണ്. അപ്പോൾ എന്താണെങ്കിലും ഇതാ നമ്മുടെ പപ്പായങ്ങ ഉപ്പേരിക്കുള്ളതൊക്കെ റെഡിയാക്കി ആവശ്യത്തിനുള്ള ഉപ്പും എരിവും ഒക്കെ നോക്കി വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അങ്ങോട്ട് അടച്ച് വെക്കാം കേട്ടോ. സിമ്മിലിട്ടിട്ട് തന്നെ വേവിക്കുക. അപ്പോഴത്തേക്കും നമ്മുടെ പണിയൊക്കെ ഒരുങ്ങും. പിന്നെ എനിക്ക് അരിയും ഉഴുന്നൊക്കെ അരയ്ക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും അരച്ച് അതിനിടയ്ക്കൂടെ അങ്ങനെ അതും നടക്കുന്നുണ്ട്. രാവിലെ ഇത്തിരി നേരത്തെ എണീറ്റിട്ട് അരി ഉഴുന്നൊക്കെ അരയ്ക്കാനായിട്ട് വിചാരിച്ചിട്ട് ഇന്നലെ വൈകുന്നേരം തന്നെ ഇട്ട് വെച്ചതായിരുന്നു. വൈകുന്നേരം വന്നാൽ സമയമില്ല. അപ്പോൾ അതുകൊണ്ട് രാവിലെ നേരത്തെ എണീറ്റാൽ അരി ഉഴുന്ന് അരിഞ്ഞു പോവും. പിന്നെ നമ്മുടെ പണികളും നടക്കും അങ്ങനെ. അപ്പോൾ അതൊക്കെ അരയ്ക്കാനായിട്ട് നിന്നു. പിന്നെ തുണിയൊക്കെ നനച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറേ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകിയിട്ട് വേഗം തന്നെ പോയി കുളിയൊക്കെ കഴിഞ്ഞ് വന്നു. അതപ്പോൾ ആ ഒരു തുണികളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് വിരിച്ചിടുകയാണ്. ഇന്നിപ്പോൾ വൈകുന്നേരം വന്നു വെച്ചാൽ ഒന്നിനും സമയം ഉണ്ടാവില്ല. അപ്പോൾ ഇന്ന് എന്താണ് നമ്മുടെ ഓണമൊക്കെ അല്ലേ, നാളെ മറ്റന്നാളെ ഓണമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓണത്തിനുള്ള ഒരു ഒരുക്കങ്ങളും ഇവിടെ ഇല്ല കേട്ടോ, ആയിട്ടില്ല. അപ്പോൾ പിള്ളേർക്കെങ്കിലും ഓണക്കോടി എടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ വൈകുന്നേരം പോകാമെന്നുള്ളൊരു പ്ലാനുണ്ട്. പിന്നെ സാധനങ്ങളൊന്നും വാങ്ങിച്ചിട്ടില്ല ഓണത്തിനുള്ളത്. പിന്നെ ഇന്നിപ്പോൾ എന്താണ് നമുക്ക് സാലറിയും കിട്ടിയിട്ടാണ്. ഓണത്തിന് മുമ്പായിട്ട് തന്നെ സാലറി കിട്ടിയിട്ടുണ്ട്, എൻ്റെ ആദ്യത്തെ സാലറി. അപ്പോൾ പിന്നെ എന്തായാലും ഓണത്തിന് കുട്ടികൾക്കെങ്കിലും ഓണക്കോടി എടുക്കാമല്ലോ എന്ന് വിചാരിച്ചു. ഒരുപാട് വലിയ എമൗണ്ടൊന്നും അല്ലെങ്കിലും അതെനിക്ക് ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ അധ്വാനിച്ചിട്ട് ചെറിയൊരു എമൗണ്ട് ആണെങ്കിലും അത് നമ്മുടെ കൈകളിൽ കിട്ടുമ്പോൾ ഒരു സന്തോഷം ഒക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഏട്ടൻ്റെ കയ്യിൽ കൊടുത്തപ്പോൾ ആൾക്കും എന്താ പറയുക സന്തോഷമായി. അപ്പോൾ എന്തായാലും നമ്മുടെ സാലറിയൊക്കെ വന്നു.
അപ്പോൾ എന്തായാലും വൈകുന്നേരത്തെ ഓണത്തിൻ്റെ ഉള്ള സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ട് പോകണം. അപ്പോൾ വൈകുന്നേരം ഇത്തിരി തിരക്കായിരിക്കും. വന്ന വഴിക്ക് നമ്മൾ ടൗണിലേക്ക് പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ വൈകുന്നേരത്തെ ഒന്നും സമയം ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനിന്ന് രാവിലെ തന്നെ ഒക്കെ ഒന്ന് അലക്കിയിട്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. പിന്നെ പിള്ളേർക്ക് സ്കൂളൊക്കെ അടച്ചു കേട്ടോ. ഇന്നത്തോടെ സ്കൂൾ അടച്ചു. എക്സാമൊക്കെ കഴിഞ്ഞു. പിന്നെ ഇന്ന് ഓണം സെലിബ്രേഷനാണ്. അപ്പോൾ അതിന് പോകാനായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കമ്പനിയിൽ ഓണം സെലിബ്രേഷൻ വെക്കണം എന്നൊക്കെ പറഞ്ഞ് വിചാരിച്ചായിരുന്നു. വെക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അവർക്ക് എന്താണ് ഇന്ന് പറ്റാത്തത് കൊണ്ട് മറ്റൊരു ദിവസത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. മുല്ലപ്പൂ വാങ്ങിക്കാൻ പറയായിരുന്നു അല്ലേ അച്ഛൻ്റെ അടുത്ത് അല്ലേ? കമ്മലെവിടെ? കമ്മലൊന്നും ഇട്ടിട്ടില്ല ചാരു. അയ്യടാ എന്ത്. അപ്പോൾ കമ്പനിയിൽ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ ഓണമൊക്കെ അല്ലേ, തിരക്കായതുകൊണ്ട് പീസുകളൊക്കെ പോകണം ഓണത്തിന്. പിന്നെ 3 ദിവസം ലീവ് തരുന്നുണ്ട് കേട്ടോ. ഉത്രാടം മുതൽ അവിട്ടം വരെ ലീവുണ്ട് 3 ദിവസം. അപ്പോൾ അപ്പോൾ കമ്പനികളൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ പിന്നെ പീസുകളൊക്കെ തീർത്തിട്ട് വേണം ലീവ് ഇടാനായിട്ടെന്ന് പറയുന്നുണ്ടായിരുന്നു സാറ്. അപ്പം അതുകൊണ്ട് 3 ദിവസം ലീവൊക്കെ ഉണ്ട്. പിന്നെ ഇതാ പിള്ളേർ റെഡിയായി അങ്ങനെ എന്താണ് അവർ പോകാനായിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ ഞാനിതാ എൻ്റെ പപ്പായങ്ങ ഉപ്പേരിയൊക്കെ ഉണ്ടാക്കിയത് തേങ്ങയൊക്കെ ചേർത്തു കേട്ടോ. അവസാനം തേങ്ങയൊക്കെ ചേർത്തു. പിന്നെ ഇന്നലെ വൈകുന്നേരം കുറച്ച് കയ്പ്പയ്ക്ക ഉപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് കുറച്ചുണ്ടായിരുന്നു. പിന്നെ ഇതാ പപ്പായങ്ങയും ചെറുപയറും കൂടെ വെച്ച് കറി ഉണ്ടാക്കി പറഞ്ഞില്ലേ, അതും ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ചോറൊക്കെ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും ഇത് ചോറൊക്കെ ടിഫിൻ ബോക്സിലാക്കിയിട്ട് ഇനിയിപ്പോൾ നേരെ ഇറങ്ങണം. പിള്ളേരൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ രാവിലെ എന്താണ് അരി അരച്ച് വയ്ക്കണമെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ അതൊക്കെ അരച്ചത് അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. മാവൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും, വൈകുന്നേരങ്ങളിൽ വന്നാൽ പലഹാരം എന്തെങ്കിലും ഉണ്ടാക്കണതായിരിക്കും നല്ലത്. എന്താണ് അല്ലെങ്കിൽ പിന്നെ ഭയങ്കര പണിയായിരിക്കും. അപ്പോൾ എന്തായാലും വൈകുന്നേരത്തേക്കുള്ള ദോശമാവൊക്കെ റെഡിയാക്കി വെച്ചിട്ടാണ് കേട്ടോ പോണത്. വൈകുന്നേരം ഇത്തിരി വൈകുമല്ലോ വരുമ്പോൾ, അതുകൊണ്ട്. പിന്നെ ഇതാ ഏട്ടൻ ഇവിടെ കഴിക്കുന്നുണ്ട്. ഏട്ടനും ചെട്ടിക്കുട്ടി ഇരുന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാ പോകാനുള്ള സമയമൊക്കെ ആയി. അപ്പോൾ ഏട്ടൻ കൊണ്ടാക്കാമെന്നും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഏട്ടന് പണിയുണ്ട്. അപ്പോൾ ഏട്ടൻ ഇത്തിരി വൈകി പോയാൽ മതി. അപ്പോൾ അതുകൊണ്ട് എന്നെ അവിടെ കൊണ്ടുവിട്ടിട്ട് ഏട്ടൻ വർക്കിന് പോകാമെന്നാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ രാവിലെ ഇതുപോലെ പാലത്തിൻ്റെ മുകളിൽ കൂടെ പോകുമ്പോൾ തന്നെ ഒരു കാഴ്ചകളൊക്കെ കാണാനായിട്ട് പറ്റും. നമ്മുടെ ഏട്ടനെ പോലെ സ്വഭാവമുള്ള ആൾക്കാർ രാവിലെ തന്നെ ചൂണ്ടയും വലയൊക്കെ ആയിട്ട് ദാ പുഴയുടെ അരികിൽ വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവർക്കൊരു എന്താ പറയുക, ഒരു ഹരമാണെന്ന് തോന്നുന്നു ഈ മീൻ പിടിക്കൽ എന്ന് പറയുന്നത്. അപ്പോൾ ഏട്ടന് ലീവ് ഉണ്ടെങ്കിൽ ഇത് തന്നെയാണ് ആളുടെയും ജോലി. അപ്പോൾ എന്തായാലും ഇതാ ഞങ്ങൾ രണ്ടാളും കൂടെ പോവാണ്. അങ്ങനെ ഒരു പാലം കഴിഞ്ഞ് ഇനി അടുത്ത പാലത്തേക്ക് എൻട്രി ആവാൻ പോവാണ്. ഇവിടെ പാലങ്ങൾ ഒരുപാടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഒരു പഴയൊരു പാലമാണ്. അപ്പോൾ ഞാൻ അതിൽ കൂടെ മെയിൻ റോഡിൽ കൂടെ വരുമ്പോൾ എപ്പോഴും ഈ പാലം കാണുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പോൾ ഒരു ദിവസം ഇതിൽ കൂടെ വരണം എന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് പഴയൊരു പാലം, പഴയൊരു റോഡ് എന്ന് പറയുന്നത്. പക്ഷേ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, അതിൽ കൂടെ വന്നിട്ടുമില്ല. അപ്പോൾ റോഡ് മോശമാണെന്ന് ഏട്ടൻ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്നാലും കുഴപ്പമില്ല ഏട്ടൻ, എൻ്റെ ഒരു ആഗ്രഹമാണ്, നമുക്ക് അതിൽ കൂടെ പോകാമെന്ന് പറഞ്ഞിട്ട് വണ്ടി ഈ റൂട്ട് തിരിച്ചു വിട്ടതാണ്. അപ്പോൾ എന്തായാലും ഇതാ ഈ പഴയ പാലത്ത് നിന്ന് നോക്കിയാൽ മെയിൻ റോഡ്, അതായത് ഇപ്പോഴത്തെ നിലവിലുള്ള മെയിൻ റോഡ് പാലം കാണാൻ പറ്റും. ഇവിടെ നിന്ന് ഒരു പുഴ പോകുന്നുണ്ട്, അവിടെ നിന്ന് നമ്മുടെ പുഴ വരുന്നുണ്ട്. രണ്ടും കൂടെ ചേർന്നിട്ടാണ് കേട്ടോ വേറെ എവിടേക്ക് ഭാരതപ്പുഴയ്ക്ക് പോകുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ കമ്പനിയൊക്കെ എത്താനായിട്ടുണ്ട്. ഇനിയിപ്പോൾ കമ്പനിയിൽ പോയി വർക്കൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ വൈകുന്നേരം ഒരു തിരക്കായിരിക്കും. അപ്പോൾ കമ്പനി എത്തിയിട്ടുണ്ടെങ്കിൽ പിന്നെ സമയം പോണതേ അറിയില്ല കേട്ടോ. നമ്മൾ ഓരോ ദിവസവും വീട്ടിലിരിക്കുമ്പോൾ അധികം അങ്ങനെ സമയം പോകാനായിട്ട് ഭയങ്കര കഷ്ടപ്പാടാണ്. പക്ഷെ അവിടെ എത്തി വെച്ചാൽ പിന്നെ ഇങ്ങനെ പണി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ സമയം പെട്ടെന്ന് പെട്ടെന്ന് അങ്ങോട്ട് പോകും. നമ്മൾ പോകുമ്പോൾ അധികം ആരും വന്നിട്ടുണ്ടാവില്ല കേട്ടോ. സമയം 9 മണിയൊക്കെ കഴിയും എല്ലാവരും എത്തുമ്പോഴേക്കും. നമ്മൾ കുറച്ച് നേരത്തെ വരും. വന്നാൽ അവിടെ ഇതാ നമ്മളെ പതിവ് പണി തന്നെയാണ്, മെഷീനൊക്കെ ഒന്ന് തുടച്ചിടുക. എന്നിട്ട് പീസൊക്കെ ഉണ്ടാവും, നമ്മൾ വരുമ്പോഴത്തേക്കൊക്കെ ചിലപ്പോൾ ഉണ്ടാവും, അല്ലെങ്കിൽ പിന്നെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. എനിക്കൊക്കെ പതുക്കെ വരുള്ളൂ കേട്ടോ പീസ്. നമ്മളിങ്ങനെ പഠിച്ച് വരുന്നില്ലേ ഉള്ളൂ ഓരോന്നും. അപ്പോൾ നമുക്കിങ്ങനെ പതുക്കെ വരുള്ളൂ. അപ്പോൾ 5 മണിയായി വെച്ചാൽ പിന്നെ ഇവിടെ നിന്ന് നേരെ നമ്മുടെ വീട്ടിലേക്കുള്ള ബസ് കയറുക. അപ്പോൾ ബസ് സ്റ്റോപ്പിൽ വന്ന് ഇങ്ങനെ ബസ് കാത്ത് നിൽക്കുമ്പോൾ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ വീഡിയോ എടുക്കാം കേട്ടോ.
ഇപ്പം എല്ലാവരും ഇപ്പോൾ ഓണാഘോഷത്തിൻ്റെ തിരക്കിലാണല്ലോ. ഓണപ്പരിപാടിയൊക്കെ കഴിഞ്ഞ് ഓരോ കുട്ടികളിങ്ങനെ സെറ്റ് മുണ്ടും അല്ലെങ്കിൽ പട്ടുപാവാടയൊക്കെ ഇട്ടിട്ട് വരുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയാണല്ലേ. അപ്പോൾ എന്തായാലും വൈകുന്നേരം ടൗണിൽ പോകണം എന്നൊക്കെ പറഞ്ഞിട്ടിരുന്നതാണ്. പക്ഷേ ഏട്ടന് ഇത്തിരി സമയമായിട്ടാ വീട്ടിലേക്ക് എത്തുമ്പോൾ സമയമായി. പിന്നെ പോകാനായിട്ടും പറ്റിയില്ല. ഇനിയിപ്പോൾ എന്തായാലും നാളെ ഒരു ദിവസം ഇടയുണ്ടല്ലോ. അപ്പോൾ പോകാമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ സമാധാനപ്പെടുത്തി പിള്ളേരനെ. പിന്നെ എന്താണ് വൈകുന്നേരം പിന്നെ അപ്പു വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ചേച്ചീൻ്റെ മകൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം പിന്നെ ഞങ്ങൾ ടൗണിലേക്കൊന്നും പോകാനായിട്ട് നിന്നില്ല. ഇനിയിപ്പം നാളെയോ അങ്ങനെ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ വൈകുന്നേരം വീട്ടിൽ വന്ന ഒന്നിനും സമയം ഉണ്ടാവില്ല പറഞ്ഞിട്ട് രാവിലെ തന്നെ എല്ലാം ഒരുക്കി വെച്ചു. അതുകൊണ്ട് ഒരു സമാധാനം കേട്ടോ വീട്ടിൽ വന്നാൽ. ദോശൻ്റെ കൂടെ കഴിക്കാൻ ചട്നി അങ്ങനെ ഒന്നുമില്ല കേട്ടോ. ഇന്നിപ്പോൾ അവിടെ കപ്പ, ഞാനിവിടെ കപ്പ നന്നായിട്ടൊന്ന് കുഴമ്പ് പോലെ നല്ല തേങ്ങയൊക്കെ ഇട്ട് അങ്ങോട്ട് ഇതാക്കി വെച്ചിട്ടുണ്ട്. ചേർത്തോളൂ. പിന്നെ നമ്മളിതാ ചമ്മന്തി, തക്കാളി ചട്നി, തക്കാളി കുറച്ച് തേങ്ങ കടുക് അങ്ങനെയൊക്കെ ഇട്ടിട്ട് ഇത്തിരി ചമ്മന്തിയും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് തന്നെ വൈകുന്നേരത്ത് കഴിക്കാനായിട്ട്. അപ്പോൾ ഞാൻ എന്താണെങ്കിലും പിള്ളേർക്ക് ചൂട് ദോശ അങ്ങോട്ട് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിക്കട്ടെ. ഇനിയിപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. കൂട്ടുകാർക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പിന്നെ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ. അതുവരേക്കും എല്ലാവരോടും ടേക്ക് കെയർ ആൻഡ് ബൈ.